ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2001 വർഷത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയം നേടിയ ടോപ്പ് 10 ബിഗ്ഗസ്റ്റ് ഹിറ്റ്സിനെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഒരു വർഷമായിരുന്നു 2001. അതുകൊണ്ട് തന്നെ വെറും 3 ചിത്രങ്ങൾ മാത്രമാണ് വൻ വിജയം നേടിയത്. ബാക്കി എല്ലാ ചിത്രങ്ങളും ഹിറ്റ് സ്റ്റാറ്റസോ ആവറേജ് വിജയങ്ങളോ നേടിയ ചിത്രങ്ങളായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം എന്നീ മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾ ടോപ്പ് 10 ഇടം പിടിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ 2001 തിളങ്ങിയത് ദിലീപായിരുന്നു. ഇനി ഏതൊക്കെയാണ് ടോപ്പ് 10 ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് 2001 എന്ന് നമുക്ക് നോക്കാം. 2001 മികച്ച വിജയം നേടിയ ചിത്രങ്ങളിൽ നമ്പർ 10 ദിലീപ് നായകനായി എത്തിയ ദോസ്ത്. ഫെബ്രുവരി 16 റിലീസ് ചെയ്ത ദോസ്ത് പ്രശാന്ത്, സിമ്രാൻ എന്നിവർ അഭിനയിച്ച് തമിഴിൽ സൂപ്പർ ഹിറ്റായ കണ്ണതിരെ തോണ്ടനാൽ എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു. ഫാമിലി കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രം തുളസീദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കുഞ്ചാക്കോ ബോബനും നായകതുല്യമായ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ കാവ്യ മാധവനായിരുന്നു നായികയായി എത്തിയത്. കൊട്ടാരക്കര ഫിലിംസിന്റെ ബാനറിൽ KP കൊട്ടാരക്കര നിർമ്മിച്ച് ഈ ചിത്രം എന്നാൽ ഒറിജിനൽ ചിത്രത്തിന്റെ സ്വീകാര്യത നിലനിർത്തിയില്ല. ഉദയകൃഷ്ണ, CBK തോമസ് എന്നിവർ തിരക്കഥയൊരുക്കിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ ശരാശരി വിജയത്തിൽ ഒതുങ്ങി. ദിലീപ് പൂർണ്ണമായും സീരിയസ് ആയ ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ എന്നിവരെ കൂടാതെ കലാഭവൻ മണി, ജഗതി ശ്രീകുമാർ, അഞ്ജു അരവിന്ദ്, ഷിജു, ബിന്ദു പണിക്കർ എന്നിവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 2001 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 9 സുരേഷ് ഗോപി നായകനായി എത്തിയ ഒക്ടോബർ 12 തിയേറ്ററുകളിലെത്തിയ സുന്ദരപുരുഷൻ. നടൻ ബൈജു എഴുപുന്നയുടെ ആലിറ്റ സിനിമ നിർമ്മിച്ച് ജോസ് തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ആദ്യ ദിനങ്ങളിലെ തണുപ്പൻ പ്രതികരണം മറികടന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സാമ്പത്തിക വിജയം കൈവരിച്ച ചിത്രമായിരുന്നു സുന്ദരപുരുഷൻ. സുരേഷ് ഗോപിയുടെ കൂടെ മുകേഷും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ദേവയാനിയും നന്ദിനിയുമായിരുന്നു നായികമാരായി എത്തിയത്. ഉദയകൃഷ്ണ, CBK തോമസ് എന്നിവർ കഥാതിരകഥാ സംഭാഷണം ഒരുക്കിയ സുന്ദരപുരുഷൻ കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത കുടുംബ ചിത്രമായിരുന്നു. BC സെന്ററുകളിലും തരക്കേടില്ലാത്ത കളക്ഷൻ നേടി 2001 ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിച്ച സുന്ദരപുരുഷന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താരയാണ് നിർവഹിച്ചത്. മുൻനിര താരങ്ങളെ കൂടാതെ NF വർഗീസ്, ഹരിശ്രീ അശോകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ, കോട്ടയം നസീർ, സലീം കുമാർ എന്നിവരായിരുന്നു സുന്ദരപുരുഷനിലെ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 8 ജോഷി രഞ്ജി പണിക്കർ ടീമിൽ ഒരുങ്ങിയ മോഹൻലാൽ നായകനായി എത്തിയ പ്രജ. 2001 ഡിസംബർ 21 ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഒരു അണ്ടർവേൾഡ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു. മോഹൻലാൽ ബോംബെ അണ്ടർവേൾഡ് ഡോണായ സക്കീർ ഹുസൈൻ എന്ന നായക കഥാപാത്രമായി അരങ്ങ് തകർത്ത ഈ ചിത്രം വമ്പൻ ഇനീഷ്യലായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. മുഖ്യധാരാ സിനിമ നിർമ്മിച്ച ഈ ചിത്രം മികച്ച ഇനീഷ്യൽ നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. ജോഷി രഞ്ജി പണിക്കർ ടീമിൻ്റെ മുൻ ചിത്രങ്ങളുടെ അതേ പാറ്റേണിലെടുത്ത ചിത്രമായതുകൊണ്ട് തന്നെ ആവർത്തന വിരസത ഉളവാക്കിയതും മോഹൻലാലിന് നെടുനീളൻ ഡയലോഗുകൾ കൊടുത്ത് പ്രേക്ഷകർക്ക് അനാവശ്യ മടുപ്പുളവാക്കിയതുമാണ് ചിത്രത്തിനെക്കുറിച്ചുള്ള നെഗറ്റീവ് അഭിപ്രായം രൂപപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം. എന്നിരുന്നാലും ക്രിസ്മസ് സീസണിൻ്റെ അഡ്വാൻറ്റേജിൽ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ഐശ്വര്യ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ കൊച്ചിൻ ഹനീഫ, ബിജു മേനോൻ, ബാബു നമ്പൂതിരി, മനോജ് K. ജയൻ, NF വർഗീസ്, ഷമ്മി തിലകൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 2 മനോഹര ഗാനങ്ങളുള്ള പ്രജയുടെ സംഗീത സംവിധാനം MG രാധാകൃഷ്ണനാണ് നിർവഹിച്ചത്. ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 7 ദിലീപ് നായകനായി എത്തിയ ഇഷ്ടം. ഒക്ടോബർ 27 റിലീസ് ചെയ്ത ഈ ചിത്രത്തിന്റെ പ്രമേയത്തിലെ പുതുമ കൊണ്ടാണ് ശ്രദ്ധ നേടിയത്. ചിങ്കു അച്ചൂസ് സിനിമാസിന്റെ ബാനറിൽ ഡേവിഡ് കച്ചപ്പള്ളി നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് സിബി മലയിലാണ്. കലവൂർ രവികുമാറിന്റെ രചനയിൽ ലാളിത്യമായ പ്രണയഹാസ്യ ചിത്രമായ ഇഷ്ടം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഇഷ്ടമായി. 2001 സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഇഷ്ടത്തിൽ നെടുമുടി വേണുവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. നവ്യ നായരായിരുന്നു ഈ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തിയത്. ജയസുധ, ശ്രീനിവാസൻ, ഇന്നസെന്റ്, ബാലചന്ദ്ര മേനോൻ, സുമ ജയറാം, ജ്യോതിർമയി എന്നിവരും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ഇഷ്ടത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് മോഹൻ സിത്താരയായിരുന്നു. നമ്പർ 6 മോഹൻലാൽ നായകനായി എത്തിയ കാക്കക്കുയിൽ.
പ്രിയദർശന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ കോമഡി ഫാമിലി എന്റർടൈനർ 2001 വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14-നായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. മുകേഷും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ഏറെ ഹൈപ്പോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. മോഹൻലാലും മുകേഷും പ്രിയദർശനോടൊരുമിച്ച് ഒരു കോമഡി ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ചിത്രത്തിൽ നിന്ന് നേടാനാവാത്തത് കൊണ്ട് തന്നെ വമ്പൻ ഇനീഷ്യൽ നേടിയ കാക്കക്കുയിൽ പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണം നേടിയ കാക്കക്കുയിൽ വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. കല്യാണി ഫിലിംസിന്റെ ബാനറിൽ ലിസി പ്രിയദർശൻ നിർമ്മിച്ച ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം പിന്നിട്ടിരുന്നു. നെടുമുടി വേണു, കവിയൂർ പൊന്നമ്മ, ജഗദീഷ്, ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ തുടങ്ങി വമ്പൻ താരനിരയുമായി പുറത്തിറങ്ങിയ കാക്കക്കുയിൽ ബോളിവുഡ് താരം സുനിൽ ഷെട്ടിയുടെ അതിഥി വേഷം കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദീപൻ ചാറ്റർജിയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. നമ്പർ 5 ജയറാം നായകനായി എത്തിയ വൺ മാൻ ഷോ. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 25 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഷാഫിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ഷാഫി, റാഫി മെക്കാർട്ടിൻ ടീം ഒരുമിച്ച ചിത്രമായിരുന്നു വൺ മാൻ ഷോ. കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ഫാമിലി എന്റർടൈനർ തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയത് വഴി ക്രിസ്മസ് സീസണിന്റെ അഡ്വാൻറ്റേജിൽ ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. ലാലും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സംയുക്ത വർമ്മ, മന്യ, നരേന്ദ്രപ്രസാദ്, ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ, കലാഭവൻ മണി തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. നമ്പർ 4 ഓഗസ്റ്റ് 31 റിലീസ് ചെയ്ത മമ്മൂട്ടി നായകനായി എത്തിയ രാക്ഷസ രാജാവ്. ദാദാ സാഹിബ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനയൻ മമ്മൂട്ടിയുടെ നായകനാക്കി സംവിധാനം ചെയ്ത ഈ ചിത്രം സർഗം സ്പീഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സർഗം കബീർ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. മമ്മൂട്ടി കമ്മീഷണർ രാമനാഥൻ എന്ന ശക്തനായ പോലീസ് വേഷത്തിലെത്തിയ ഈ ചിത്രം ഗംഭീര ഇനിഷ്യലാണ് നേടിയത്. മമ്മൂട്ടി ആരാധകർക്കും ന്യൂട്രൽ ഓഡിയൻസിനും ഒരേപോലെ സംതൃപ്തി നൽകിയ ഈ ചിത്രം ഓണം സീസണിന്റെ അഡ്വാൻറ്റേജിൽ എല്ലാ റിലീസിംഗ് സെന്ററുകളിലും മികച്ച കളക്ഷനാണ് സ്വന്തമാക്കിയത്. 4 കോടി രൂപ ഡിസ്ട്രിബ്യൂഷൻ ഷെയറായി ലഭിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് കരസ്ഥമാക്കിയത്. ദിലീപും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മീനയായിരുന്നു നായിക. കലാഭവൻ മണി വില്ലനായി എത്തിയ ഈ ചിത്രത്തിൽ രാജൻ ബി ദേവ്, സായ് കുമാർ, ഹരിശ്രീ അശോകൻ, ക്യാപ്റ്റൻ രാജു, വിജയകുമാർ, കാവ്യ മാധവൻ, മന്യ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച രാക്ഷസ രാജാവിന്റെ തിരക്കഥാ സംഭാഷണം സംവിധായകനായ വിനയൻ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത്. മോഹൻ സിതാര സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. നമ്പർ 3 കലാഭവൻ മണി നായകനായി എത്തിയ കരുമാടിക്കുട്ടൻ. വിനയൻ സംവിധാനം ചെയ്ത ഈ ഫാമിലി സെന്റിമെന്റ്സ് ചിത്രം മാർച്ച് 30-നായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. സുരഭി ഫിലിംസ് നിർമ്മിച്ച കരുമാടിക്കുട്ടനിൽ നന്ദിനിയായിരുന്നു നായിക. വളരെ ചെറിയ മുതൽ മുടക്കിലെടുത്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ വമ്പൻ വിജയം നേടുന്ന കാഴ്ചയാണ് 2001 വിഷുക്കാലത്ത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. വിഷു മധ്യവേനലാവധി സീസണിന്റെ പിൻബലത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത കരുമാടിക്കുട്ടൻ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസാണ് 2001 നേടിയത്. അക്കാലത്ത് എന്നും പുതുമകൾ മാത്രം സ്വീകരിച്ചിരുന്ന വിനയന്റെ വേറിട്ടൊരു ചിത്രമായിരുന്നു കരുമാടിക്കുട്ടൻ. കലാഭവൻ മണി കരിയറിലെ തന്നെ മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് കൃഷ്ണ, രാജൻ പി ദേവ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിനടുത്ത് പ്രദർശിപ്പിച്ച കരുമാടിക്കുട്ടൻ 2001 ഏറെ നിരൂപക ശ്രദ്ധ നേടിയെടുത്ത ചിത്രം കൂടിയായിരുന്നു. മോഹൻ സിത്താരയായിരുന്നു ഈ ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. 2001 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 2 ഓഗസ്റ്റ് 31 റിലീസ് ചെയ്ത മോഹൻലാലിന്റെ ഫാമിലി ആക്ഷൻ എന്റർടൈനർ രാവണ പ്രഭു. 1993 പുറത്തിറങ്ങിയ ദേവാസുരം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2ാം ഭാഗമായി പുറത്തിറങ്ങിയ രാവണ പ്രഭു തിരക്കഥാകൃത്തായിരുന്ന രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ആദ്യ ചിത്രമായിരുന്നു. രഞ്ജിത്ത് തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ ഡബിൾ റോളായിരുന്നു എത്തിയിരുന്നത്. മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികനുമായി അതിഗംഭീരമായ പ്രകടനമായിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ഗംഭീര ഇനീഷ്യൽ സ്വന്തമാക്കിയ ഈ ചിത്രം
ദേവാസുരവുമായി കമ്പാരിസൺ വന്നതിനാൽ കുറച്ചൊന്ന് പിറകോട്ട് പോയെങ്കിലും മോഹൻലാലിന്റെ സാന്നിധ്യവും കാരണം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമാവുന്ന കാഴ്ചയായിരുന്നു 2001 നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. രാവണപ്രഭുവിൽ മുണ്ടക്കൽ ശേഖരനായി നെപ്പോളിയൻ തന്നെ എത്തിയപ്പോൾ വിജയരാഘവൻ, ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, രതീഷ്, സിദ്ദിഖ്, ജഗദീഷ്, മനോജ് കെ ജയൻ, സായികുമാർ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. തമിഴ് നടിയും ഗായികയുമായിരുന്ന വസുന്ധര ദാസ് ആദ്യമായി മലയാളത്തിൽ നായികാവേഷം കൈകാര്യം ചെയ്ത രാവണപ്രഭു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു നിർമ്മിച്ചിരുന്നത്. സുരേഷ് പീറ്റേഴ്സ് സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ഈ ചിത്രത്തിന്റെ വിജയത്തിന് മികവേകി. 2001 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 1 ദിലീപ് നായകനായി എത്തിയ ജൂലൈ 4 തിയേറ്ററുകളിലെത്തിയ ഈ പറക്കും തളിക കലാസംഘത്തിന്റെ ബാനറിൽ MM ഹംസ് നിർമ്മിച്ച് താഹ സംവിധാനം ചെയ്ത ഈ മുഴുനീള കോമഡി ചിത്രം യാതൊരുവിധ മുൻവിധികളുമില്ലാതെ തിയേറ്ററുകളിലെത്തി പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആവുന്ന കാഴ്ചയായിരുന്നു 2001 ജൂലൈയിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. നിത്യദാസ് ആദ്യമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഈ ലോ ബഡ്ജറ്റ് ചിത്രം അതുകൊണ്ട് തന്നെ 2001 തന്നെ ഏറ്റവും കൂടുതൽ ലാഭം നേടിയ ചിത്രം കൂടിയായിരുന്നു. ദിലീപിന്റെ താരമൂല്യം കുത്തനെ ഉയർത്തിയ ഈ പറക്കും തളിക നടന്റെ സോളോ ഹീറോ ആയിട്ടുള്ള ഏറ്റവും വലിയ വിജയം കൂടിയായിരുന്നു. അപ്രതീക്ഷിത വിജയം കൈവരിച്ച ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് VR ഗോപാലകൃഷ്ണനാണ്. A ക്ലാസ് സെന്ററുകളെ കൂടാതെ BC സെന്ററുകളിലും വൻ വിജയം നേടാൻ കഴിഞ്ഞത് പറക്കും തളികക്ക് വമ്പൻ നേട്ടമായി. ദിലീപ്, നിത്യദാസ് എന്നിവരെ കൂടാതെ ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, ഒടുവിലുണ്ണികൃഷ്ണൻ, ബാബു നമ്പൂതിരി, തമിഴ് നടൻ P വാസു എന്നിവരും മുഖ്യ വേഷത്തിലെത്തിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഔസേപ്പച്ചനായിരുന്നു നിർവഹിച്ചിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ ഈ പറക്കും തളിക, രാവണപ്രഭു, കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ രാക്ഷസ രാജാവ് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസും, വൺ മാൻ ഷോ, കാക്കക്കുയിൽ, ഇഷ്ടം, സുന്ദരപുരുഷൻ, പ്രജ എന്നീ ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസും, ദോസ്ത് ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസും നേടി. ഇതിൽ ദിലീപ് 4 ചിത്രങ്ങളുടെ ഭാഗമായപ്പോൾ മോഹൻലാൽ 3 ചിത്രങ്ങളും മമ്മൂട്ടിയുടെ 1 ചിത്രവും ടോപ്പ് 10 ഇടം പിടിച്ചു. ഇത്രയുമാണ് 2001 ടോപ്പ് 10 ബിഗ്ഗസ്റ്റ് ഹിറ്റ്സിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.